Good morning. മക്കളെ നമ്മൾ question number 2, page number 18. Exercise ആണ്. When a large number is divided by a smaller number, the quotient and the remainder both are 2. When 5 times the smaller number divided by a large number, the quotient and remainder are 2. What are the numbers? ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ലാർജ് നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യൻറ്റും റിമൈൻഡറും സെയിം ആണ്. സ്മോളർ നമ്പറിൻ്റെ 5 ടൈംസിനെ ലാർജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അന്നേരവും റിമൈൻഡറും പിന്നെ എന്തൊക്കെയാണ് കോഷ്യൻറ്റും റിമൈൻഡറും 2 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ് നോക്കി. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഇവിടെ നോക്കി 5 ഡിവൈഡഡ് ബൈ 2. 5 ഡിവൈഡഡ് ബൈ 2 എന്നാ നോക്കാവേ. 5നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് 2 ഇൻറ്റു 2 4. ഓക്കെ, ഇതിൽ 5 ആണ്. 5 ആരാണ്? ഡിവിഡൻഡ്. 5 ആണ് ഡിവിഡൻഡ്. ഓക്കെ, ഏതുകൊണ്ടാണ് ഇവിടെ 5 ഡിവിഡൻഡ്? ആരെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? അവരാണ് ഡിവിഡൻഡ്. ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? അവർ ഡിവൈസർ. ഓക്കെ, ഇപ്പം കിട്ടുന്ന ആൻസർ അത് കോഷ്യന്റ്. എത്രയാണ് റിമൈൻഡർ? ശിഷ്ടം വരുന്നത് അത് റിമൈൻഡർ. മനസ്സിലായോ മക്കളെ? ഓക്കെ, ആരെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? അവരാണ് ഡിവിഡൻഡ്. ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? അവർ ഡിവൈസർ. ഇപ്പൊ ഇവിടെ 5 ഡിവിഡൻഡ്, 2 ഡിവൈസർ. കോഷ്യന്റ് എത്രയാ? ഇവിടെ 2. കിട്ടുന്ന ആൻസർ 2. കോഷ്യന്റ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം വരുന്നത് 1. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ, അതായത് ഈ 5 കിട്ടണമെങ്കിൽ കോഷ്യന്റിനെ നമുക്ക് കിട്ടുമോ നോക്കാവേ. കോഷ്യന്റിനെ 2 ഡിവൈസർ വെച്ച്, ഡിവൈസർ ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? ഡിവൈസർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ, അതിൻ്റെ കൂടെ റിമൈൻഡർ കൂട്ടാൻ. കണ്ടോ? 2 ഇൻറ്റു 2 പ്ലസ് 4 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5. കിട്ടിയില്ലേ ആൻസർ? അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അതായത് സംഖ്യ എത്രയും ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസറും ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിമൈൻഡർ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കണ്ടീഷൻസ് എഴുതുകയാണ്. ലെറ്റ് ലാർജർ നമ്പർ എക്സ് എന്നും സ്മോളർ നമ്പറിനെ നമ്മൾ എന്നാന്നും കൊടുത്തു? ലാർജർ നമ്പറിനെ എക്സ് എന്നും സ്മോളർ നമ്പറിനെ വൈ എന്നും പറഞ്ഞു. വെൻ എ ലാർജർ നമ്പർ ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ, കോഷ്യന്റും റിമൈൻഡറും എത്രയാണ്? 2 ആണ്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടീഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ പ്രോബ്ലംസും ഓരോ രീതിയിലാണ് മക്കളെ. അപ്പം നിങ്ങളിത് അതുകൊണ്ടാക്കിയാണെന്ന് തോന്നുന്നു എല്ലാവരും പറയുന്നത് ഇച്ചിരി പ്രയാസമുണ്ട്. നമുക്ക് എപ്പോഴും ഒരേ പാറ്റേൺ കിട്ടണമെന്നില്ല കേട്ടോ. നമ്മളത് പഠിച്ചെടുത്താൽ മതി, അതൊന്ന് പ്രാക്ടീസ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ റിമൈൻഡറിനും കോഷ്യന്റിനും ഒക്കെ വരുവാണെങ്കിൽ ഇതങ്ങ് ഓർത്തിരിക്കണം. ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞേ? ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ, ലാർജർ വൈ ആണ്, സ്മോളറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് കിട്ടുന്ന ആൻസറും 2 ആണ്, കിട്ടുന്ന റിമൈൻഡറും കോഷ്യന്റും 2 ആണ്, റിമൈൻഡറും 2 ആണ്. അപ്പൊ ഈ കണ്ടീഷനകത്തോട് ഇതൊന്ന് കൊടുക്കാം. ഡിവിഡൻഡ്, ഇവിടെ ആരാ ഡിവിഡൻഡ്? ഡിവിഡൻഡ് പറഞ്ഞാൽ ആരെയാ ഡിവൈഡ് ചെയ്തത്? എക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, കോഷ്യന്റ് എത്രയാ മക്കളെ? 2 ഇൻറ്റു ഡിവൈസർ. ഡിവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്തു? വൈ പ്ലസ് നമ്മുടെ റിമൈൻഡർ 2. കണ്ടോ നമ്മൾ കണ്ടീഷൻ ഉണ്ടാക്കി എടുത്തത്? ഇച്ചിരി പാടായിട്ട് തോന്നി. ഇതൊന്ന് പഠിച്ചു നോക്കണം. അത്രേ ഉള്ളൂ മക്കളെ. കണ്ടോ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ആദ്യം എഴുതി. എന്താണ് അവർ പറഞ്ഞത്? നല്ല കണ്ടീഷൻ അവർ പറഞ്ഞ ക്ലൂ. എക്സ് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് 2 കിട്ടും, റിമൈൻഡർ 2 കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ. ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. അപ്പൊ നോക്കിയാൽ ഡിവിഡൻഡ്, നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യ എക്സ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് 2 ഇൻറ്റു ഡിവൈസർ. ഡിവൈസർ ഏത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? വൈ കൊണ്ട് പ്ലസ് 2. ബ്രാക്കറ്റ് ഒന്ന് മാറ്റട്ടെ. എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ, 2y പ്ലസ് 2. ഈ ഇക്വേഷനെ ഞാൻ എക്സും വൈ നമ്മൾ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുമല്ലോ, അങ്ങനെ നമുക്ക് എഴുതുവാണേ. അപ്പം
2y എന്ത് ചെയ്യണം, നമ്മളെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം, എക്സിൻ്റെ കൂടെ കൊണ്ടുവരണം. +2y ആയിരുന്നു ഇപ്പുറത്ത് വന്നപ്പം -2y = 2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. കിട്ടിയില്ലേ? ഓക്കെ. പാടുണ്ടോ? എനിക്കറിയാം ചെറിയ പാടുണ്ടായിരിക്കും. ഓക്കെ, നമ്മളിനി അടുത്ത കണ്ടീഷൻ എഴുതാൻ പോവാ. അടുത്ത കണ്ടീഷൻ അവർ പറഞ്ഞത് when 5 times the smaller number divided by large number. അപ്പോൾ നമ്മുടെ ലാർജർ നമ്പർ എന്നായിരുന്നു? ലാർജർ നമ്പർ എക്സ് എന്നും സ്മോളർ നമ്പറും വൈ എന്നുമാണ് നമ്മൾ എടുത്തിരുന്നത്. ഓക്കെ, നമ്മൾ കണ്ടീഷൻ കൊടുത്തിരുന്നത്. അപ്പം 5 times the smaller number, 5 times the smaller number എന്ന് പറയുമ്പോൾ എന്നാ വരും? 5y ലാർജർ നമ്പർ കൊണ്ട്, ആരുകൊണ്ട്? ലാർജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കോഷ്യന്റ് എത്ര തന്നെ വന്നു? 2 വരും. റിമൈൻഡറും എത്ര തന്നെ വരും? 2 വരും. മുമ്പത്തെ പോലെ കേട്ടോ. 5 times സ്മോളർ നമ്പറിനെ ലാർജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെ വരും. അപ്പൊ നമ്മൾ ഈ കണ്ടീഷനകത്ത് എഴുതാം, ഇതിനകത്ത് എഴുതാം, നല്ല ഇക്വേഷൻ കിട്ടത്തുള്ളൂ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഡിവൈഡ് ചെയ്തത് ഇവിടെ? 5y. 5y എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് എത്ര മക്കളെ? 2 ഇൻറ്റു അടുത്ത ഡിവൈസർ ആരാ? ആരെയും കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? എക്സിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. 5y എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ അതായിരിക്കും ഡിവൈസർ എക്സ് പ്ലസ് നമ്മുടെ റിമൈൻഡർ 2. കണ്ടോ, ഈ കണ്ടീഷൻ മുമ്പത്തെ പോലെ തന്നെയാണ് എഴുതിയത്. ഡിവിഡൻഡ് ഇവിടെ 5y ആണ്, അതായത് ഹരിക്കേണ്ട ആൾ, ഇതിനകത്ത് ഹരണം നടക്കുന്ന ആൾ, അതായത് ഡിവിഷൻ നടക്കുന്ന ആൾ 5y കോഷ്യന്റ് 2. ഡിവൈസർ ആരെയും കൊണ്ടാണ് ഡിവൈഡ് ചെയ്തില്ല, ആരെയും കൊണ്ടാ? എക്സ് കൊണ്ട്. അപ്പൊ അത് എഴുതി. അപ്പൊ ഒന്ന് ബ്രാക്കറ്റ് മാറ്റിക്കേ. 5y = 2 × x, 2x + 2. ഇന്നത്തെ പോലെ എക്സ് സൈഡിലാക്കാൻ പോവാണ്. എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ +2x ആയിരുന്നു. അപ്പൊ -2x 5y എവിടെ കിടക്കട്ടെ? = 2. സെക്കൻഡ് ഇക്വേഷനും കിട്ടി. നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻസ് കിട്ടി മക്കളെ. ഇനി ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇക്വേഷൻസ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കാൽക്കുലേഷനിൽ പുലികളായിരിക്കും, പക്ഷേ ഇക്വേഷനിലും കൂടെ പുലികളാകണം. അതാക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, -2x + 5y = 2. രണ്ട് ഇക്വേഷൻ കിട്ടി മക്കളെ. ഇനി ഒരുപോലെ ആക്കണ്ടേ? ഒരുപോലെ ആക്കാം. നമുക്ക് ആരെ ഒരുപോലെ ആക്കാം? നമുക്ക് എക്സിനെ അങ്ങ് ഒരുപോലെ ആക്കാം. അതല്ലേ സിമ്പിളായിട്ട് കിടക്കുന്നത്. അല്ലെ രണ്ട് ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ. ഇപ്പൊ y ആക്കുവാണെങ്കിൽ മേളിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ എക്സിനെ ആക്കുവാണെങ്കിൽ ഇവിടെ ഓൾറെഡി 2x ആ. അപ്പൊ മേളിലും കൂടെ 2x ആക്കിയാൽ പോരെ. അപ്പൊ മേളിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം ഫസ്റ്റിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട്. ഇപ്പൊ 2 × x 2x -2y = അല്ലല്ലോ, സോറി, 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. -4y = 4. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ നമ്പർ 3 ആയി. ഇക്വേഷൻ നമ്പർ 4 മാറ്റുന്നുണ്ടോ? ഇല്ല മക്കളെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇത് പ്ലസ്, ഇത് മൈനസ്. ഓൾറെഡി കാൽക്കുലേഷൻ നടന്നു, ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് മൈനസ് സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ, ഇത് രണ്ടും +6. അപ്പോൾ 1y = അപ്പോൾ y = എത്രയെന്ന് കിട്ടി? 6. അപ്പോൾ y എന്ന് പറയുന്നത് നമ്മുടെ സ്മോളർ നമ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ എന്ത് കണ്ടുപിടിക്കണം? ലാർജർ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണല്ലോ ഫസ്റ്റ് ഇവിടെ കിടപ്പുണ്ടല്ലോ. x - 2y = 2. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റിലൂടെ തന്നെ കൊടുക്കട്ടെ. x - 2y = 2. വൈയുടെ സ്ഥാനത്ത് 6. അപ്പൊ x × ഇവിടെ 6 വരും അല്ലേ? ഓക്കെ, 2. അപ്പൊ x - 6 × 2 12 = 2. x ഒറ്റയ്ക്ക് ആക്കിക്കാം മക്കളെ. -12 അപ്പുറത്ത് പോട്ടെ. +12 = 14. അപ്പൊ x = 14 ആണോ? ശരിയല്ലേ? x 14ഉം y 6ഉം. അപ്പൊ നമുക്ക് എടുത്തെഴുതണം. ഫസ്റ്റ് നമ്പർ = 14. സെക്കൻഡ് നമ്പർ = 6. പറഞ്ഞ കണ്ടീഷൻ ശരിയാണോ? ഡിവൈഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ്, ഡിവൈഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇതാ 12. കണ്ടോ?
ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ഇൻറ്റു. അപ്പം നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ്. മനസ്സിലായോ മക്കളെ? ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ പ്രയാസമുണ്ട്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. അത് ഓർത്തിരുന്നിട്ട് ഈ കണ്ടീഷൻ പതിയെ അതിനകത്തോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. അവർ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ പറഞ്ഞ അവരെ എഴുതണം. ഫസ്റ്റിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു റിമൈൻഡർ ടു കോഷ്യന്റ് ടു. അത് എഴുതിയിട്ട് നമ്മുടെ ആ ഡിവൈസർ ആ ഇക്വേഷനകത്തോട്ട് കൊടുത്തിട്ട് എക്സും വൈയും ചെയ്താൽ മതി. വീഡിയോ കാണാൻ ഒരു 2 പ്രാവശ്യം കാണാം, ഒന്നാലേ അതൊന്ന് തലയിൽ കയറത്തുള്ളൂ. തന്നെ ചെയ്ത് നോക്കുക. തെറ്റും ആദ്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം കണ്ടിട്ട് ചെയ്യാലും തെറ്റും മക്കളെ. എനിക്ക് ഉറപ്പുണ്ട് തെറ്റുമെന്ന്, ചില പാടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. ചെയ്ത് 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 നമുക്ക് ശരിയാകും അല്ലേ? ശരിയാക്കും, അല്ലാതെ എവിടെ പോകാനാ? ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.